തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നത്തെ ദിവസവും മുടങ്ങിയിട്ടുണ്ട്. 21 പേരെങ്ങാണ്ടുമാണ് ഇന്ന് വരാനിരുന്നിരുന്നത്. അവരാരും തന്നെ എത്തില്ല എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ടോക്കൺ ലഭിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളെ തടഞ്ഞിരിക്കുന്നു. അവിടെ പ്രതിഷേധം നടക്കുകയാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ സമരക്കാർ നിൽക്കുകയാണ്. മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ആ പ്രതിഷേധം അവിടെ കാണാം. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ എത്തിയവരെ തടയുകയാണ്. എനിക്കൊന്ന് MBD ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവരെ സമരക്കാർ തടയുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ എന്ന് മനസ്സിലാകുന്നു. വാഹനത്തിന് കേടുപാടുകൾ പറ്റിയതായി കാണുന്നുണ്ട്. MBD ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ? ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുമോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? ഗോപികൃഷ്ണൻ, ഈ മുട്ടത്തറയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇന്ന് 25 ആളുകൾക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത്. അതിൽ രാവിലെ പേര് വിളിച്ചപ്പോൾ ആരും തന്നെ എത്തിയിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ഒടുവിലാണ് ഇപ്പോൾ ഒരാള് ഈ ടെസ്റ്റിനായി മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ എത്തിയത്. ഇവർ പറയുന്നത് പ്രകാരം ഇയാളുടെ റോഡ് ടെസ്റ്റ് അല്പസമയം പൂർത്തിയാക്കിയെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ വണ്ടി ഇടിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഇടിച്ചതാണെന്നുള്ളതാണ് ഈ സമരക്കാർ പ്രധാനമായും പറയുന്നത്. റോഡ് ടെസ്റ്റിൽ ഫെയിലായ ഒരാൾ എങ്ങനെയാണ് ഗ്രൗണ്ട് ടെസ്റ്റിനായി അകത്തേക്ക് കയറ്റുക? ഒരു തരത്തിലും ഇവരെ അകത്തേക്ക് കയറ്റാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സമരക്കാരും തമ്മിൽ വലിയ തർക്കം ഈ ഘട്ടത്തിൽ ക്യാമറ അവിടെ ഇടിച്ച വണ്ടിയാണ് ഇപ്പൊ റോഡിന് പോയപ്പോ നിലവിൽ ആ വണ്ടി അകത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ വണ്ടി അകത്ത് കയറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നവർ അത് ഒരു തരത്തിലും ഈ വാഹനത്തെ അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല. ഒന്നാമത്തെ കാര്യം, അവർ കഴിഞ്ഞ 9 ദിവസമായി ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തെ തകർക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇവരെ അറിയിക്കാതെ റോഡ് ടെസ്റ്റ് നടത്തിയതും അതിനുശേഷം ഇപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റിൽ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്നത്. മറ്റൊന്ന്, ഈ റോഡ് ടെസ്റ്റിൽ നടക്കവെയാണ് ഈ വാഹനം ഇടിച്ചത്. ആ വാഹനം ഇടിച്ചതിന്റെ പാടുകൾ അതിന്റെ പുറകുവശത്തെ ഡോറിന് ഭാഗത്തായിട്ടുണ്ടാവാം. അത്തരത്തിൽ എവിടെയെങ്കിലും മുട്ടിയ വാഹനം എങ്ങനെയാണ് ടെസ്റ്റ് പാസ്സാവുകയും അതിനുശേഷം ഗ്രൗണ്ട് ടെസ്റ്റിലേക്ക് ഉദ്യോഗസ്ഥർ എന്തർത്ഥത്തിൽ അവരെ കടത്തിവിടുന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. എന്തായാലും ഈ 9 ദിവസത്തിന് ശേഷം ഇന്ന് ആദ്യമായി ഒരാൾ ടെസ്റ്റിനെത്തുന്നു. അവരെ കടത്തിവിടാനുള്ള ശ്രമം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് വിധേനയും ടെസ്റ്റ് നടത്തണം എന്നുള്ളൊരു നിലപാടിലാണ് ഈ ഉദ്യോഗസ്ഥർ ഉള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസ് ഉൾപ്പെടെ ഈ സ്ഥലത്തുണ്ട്. അവർ ഇടപെട്ട് ഈ സമരക്കാരെ മാറ്റിയതിനു ശേഷം ഈ വാഹനം അകത്ത് കയറ്റിവിടാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസും ഉള്ളത്. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ച വിവരങ്ങൾ പ്രകാരം ആരെത്തിയാലും ഒരാളെങ്കിലും എത്തിയാൽ ടെസ്റ്റ് നടത്തും. അതിൽ പോലീസിന്റെ സഹായം ഉൾപ്പെടെ തേടുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവുണ്ടായിരുന്നതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ടെസ്റ്റ് പരിഷ്കരണം അത് പൂർണ്ണമായി നടപ്പാക്കണം. ഏതെങ്കിലും തരത്തിൽ അതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉൾപ്പെടെ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ത് വന്നാലും ഈ ടെസ്റ്റ് നടത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക്, ആ നീക്കത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നത്. അത് കർശനമായി തന്നെ നടപ്പാക്കുമെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുമുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനമായും ഈ സമരം ചെയ്യുന്നവർ, പ്രതിഷേധക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് റോഡ് ടെസ്റ്റ് അവരെ അറിയിക്കാതെ നടത്തി. അതും ആ നടത്തിയ റോഡ് ടെസ്റ്റിൽ അത് ഫെയിലാണ്. കാരണം ഈ വാഹനത്തിന്റെ പുറകുവശം ഇടിച്ചതിന്റെ പാടുണ്ട്. അത്തരത്തിലാണ് നിലവിൽ ഈ വാഹനം പോലീസ് ഇടപെട്ട് പോലീസ് അകത്തേക്ക് കയറ്റി വിടുന്നതാണ്. ഈ സമരത്തിലുള്ളവരെ പിടിച്ചു മാറ്റിയതിനു ശേഷം അവരെ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിന് ശേഷം ഇപ്പോൾ വാഹനം ഗ്രൗണ്ട് ടെസ്റ്റിനായി അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പോലീസും അതുപോലെ തന്നെ സമരക്കാരും തമ്മിലൊരു തർക്കം, അത് അവരെ പിടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മുട്ടത്തറയിലെ
ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രതിഷേധവും അവിടെ ടെസ്റ്റിന് വേണ്ടി എത്തിയ 21 ടോക്കൺ നൽകിയതിൽ ഒരാൾ മാത്രമാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്തിയത്. ആ വാഹനം റോഡ് ടെസ്റ്റിൽ ഇടിച്ചതാണ്. അങ്ങനെ ഒരു വാഹനം എങ്ങനെയാണ് ഇവിടെ ടെസ്റ്റിന് അനുവദിക്കുക എന്നൊക്കെയുള്ള സമരക്കാരുടെ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും MVD ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ വാഹനത്തെ അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. മറ്റൊരു 2 വീലർ അവിടെ എത്തിയിട്ടുണ്ട്. ആ 2 വീലർ യാത്രക്കാരനെ തടഞ്ഞു വെച്ചിട്ട് ഈ സമരക്കാർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം അവിടെ ശക്തമാണ്. MVD ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും നേരത്തെ എത്തിയ കാറ്, ടെസ്റ്റിന് വേണ്ടി എത്തിയ കാർ അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. ഇപ്പോഴൊരു 2 വീലർ കൂടി, ഒരു ഇരുചക്ര വാഹനം കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അത് ടെസ്റ്റിനാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇപ്പോൾ ഈ കാണുന്നത് 2 വീലർ അവിടെ എത്തിയിട്ടുണ്ട്. ഇയാളും ടെസ്റ്റിന് വേണ്ടി എത്തിയതാണോ? ഗോപീഷൻ, വീണ്ടും ടെസ്റ്റിനായി ഒരാൾ കൂടെ ഈ ഗ്രൗണ്ടിന് മുന്നിൽ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ടെസ്റ്റിന് എത്തിയവരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അവിടുത്തെ ആളുകളും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർ തമ്മിൽ വലിയൊരു തർക്കമുണ്ട്. കാര്യം അവരുടെ സമരത്തെ തകർക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുള്ളതാണ് പ്രതിഷേധക്കാരെ പ്രധാനമായി പറഞ്ഞത്. ഇപ്പോൾ അവരെയും പോലീസ് ഇടപെട്ടതിന് ശേഷം ഗ്രൗണ്ടിനുള്ളിലേക്ക്, അതായത് ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുന്നതിനായി ഗ്രൗണ്ടിനുള്ളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് ഈ 9 ദിവസമായി അവർ സമരം ചെയ്യുന്നു. ആ സമരത്തെ തകർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ MVDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സംയുക്ത സമരസമിതി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ടെസ്റ്റ് നടത്തും, ടെസ്റ്റ് ഇത് പൂർണ്ണമാക്കും, അത് പൂർണ്ണമായി നടത്തും. അതിൽ കൃത്യമായ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പരിഷ്കരിച്ച ടെസ്റ്റ് നടപ്പാക്കും എന്നുള്ള നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഒരു വശത്ത് ഈ ഗേറ്റിന് മുന്നിൽ നമുക്കറിയുന്നത് പോലെ തന്നെ വാഹനം അകത്ത് കയറ്റിയതിനു ശേഷം ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ട്. നമുക്ക് അകത്തുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടെ ഒന്ന് പോകാം. അകത്ത് നമ്മൾ കാണുന്നത് പോലെ നേരത്തെ വന്ന ഈ എൽബോർഡ് പതിച്ച വാഹനം അത് അവിടെ ഉണ്ട്. അവിടെ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടക്കും. ആ ടെസ്റ്റുകൾ നടത്താൻ തന്നെ പൂർണ്ണമായും അത് കൃത്യമായ പുതിയ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് നടത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ ടെസ്റ്റിന് എത്തിയവർ ഒരു വശത്തുണ്ട്. അവരിപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഗ്രൗണ്ട് ടെസ്റ്റിന് വിധേയമാകും. നമ്മൾ നേരത്തെ അല്പസമയം മുമ്പ് 2 വീലറിൽ വന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. അവരും ഇത്തരത്തിൽ ടെസ്റ്റിനായി വന്നതാണ്. അവരുമായാണ് സമരക്കാർ വളരെ കൂടുതൽ തർക്കത്തിൽ ഏർപ്പെട്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു, സമരമാണെന്ന് അറിയിച്ചിരുന്നു, ഇവരൊക്കെ അവരോട് അപേക്ഷിച്ചിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ ടെസ്റ്റിനായി എത്തിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രകോപനം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായത്. എന്തായാലും 8 ദിവസങ്ങൾക്ക് ശേഷം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ, മുട്ടത്തറയിലെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഇന്നിപ്പോൾ ടെസ്റ്റ് നടക്കുകയാണ്. അതിൽ ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ്. എന്തായാലും ഈ എത്തിയ 2 പേരുടെ ടെസ്റ്റ് ഉടൻ പൂർത്തിയാക്കും. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് 2 ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒന്ന് നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്തിയ വാഹനത്തെ സമരക്കാർ തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ്. മറ്റൊന്ന് ഇപ്പോൾ MVD ഉദ്യോഗസ്ഥർ ഇടപെട്ട് വാഹനം ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ്, ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കാൻ പോകുന്നു. ഗ്രൗണ്ടിനകത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറും ഇപ്പോൾ ഒരു ഇരുചക്ര വാഹനവും അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഏതാണ്ട് 21 പേർക്ക് ടോക്കൺ അനുവദിച്ചതിൽ 2 പേരാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അവരെ വാതിലിൽ തന്നെ സമരക്കാർ തടയാൻ ശ്രമിച്ചു. MVD ഉദ്യോഗസ്ഥർ ഇടപെട്ട് അവർക്ക് ഗ്രൗണ്ടിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സമരക്കാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ടിനകത്ത് നടക്കാൻ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.